15 പ്രതികൾക്ക് തൂക്കുകയർ. ആലപ്പുഴയിൽ ബി.ജെ.പി. ഒ.ബി.സി. മോർച്ച സംസ്ഥാന സെക്രട്ടറി രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിൽ 15 പ്രതികൾക്കും വധശിക്ഷ. പോപ്പുലർ ഫ്രണ്ട് എസ്.ഡി.പി.ഐ പ്രവർത്തകർക്ക് വധശിക്ഷ വിധിച്ചത് കോടതി. മാവേലിക്കര സെഷൻസ് കോടതിയാണ്. രാജ്യത്ത് തന്നെ ഒരാളെ കൊന്ന കേസിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് വധശിക്ഷ വിധിക്കുന്ന അപൂർവമായ കേസാണിത്. മാവേലിക്കര അഡീഷണൽ സെഷൻസ് ജഡ്ജി വി.ജി. ശ്രീദേവിയാണ് ശിക്ഷ പ്രഖ്യാപിച്ചത്. കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ പോപ്പുലർ ഫ്രണ്ട് എസ്.ഡി.പി.ഐ പ്രവർത്തകരായ 15 പ്രതികൾക്കും ഒരുമിച്ച് വധശിക്ഷ. അപൂർവങ്ങളിൽ അപൂർവമെന്ന് കോടതി കണ്ടെത്തിയ കുറ്റത്തിന് അത്യപൂർവമായ ശിക്ഷാവിധിയാണ് മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതിയിൽ നിന്നുണ്ടായത്. കൊലപാതകത്തിന് പുറമെ ക്രിമിനൽ ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ, സാക്ഷികളെ ഭീഷണിപ്പെടുത്തൽ, വീട്ടിൽ അതിക്രമിച്ച് കടന്നു കയറൽ തുടങ്ങിയ കുറ്റങ്ങൾക്ക് ജീവപര്യന്തം, കഠിന തടവ്, പിഴ എന്നിവയും വിധിച്ചു. 15 പ്രതികൾക്കും വിവിധ വകുപ്പുകളിലായി പിഴ ശിക്ഷയും കോടതി വിധിച്ചു. പിഴയിൽ 6 ലക്ഷം രൂപ രഞ്ജിത്തിന്റെ കുടുംബത്തിന് നൽകണം. ഓരോ പ്രതികൾക്കും 8-ലധികം വകുപ്പുകൾ പ്രകാരം ജീവപര്യന്തമടക്കമുള്ള തടവ് ശിക്ഷയും വിധിച്ചിട്ടുണ്ട്. ഇത് വളരെ മുൻപ് തന്നെ ലിസ്റ്റുകൾ തയ്യാറാക്കി ഇരയുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് ആ ഇരയെ കൊലപ്പെടുത്താനുള്ള തീയതി പിന്നീട് നിശ്ചയിക്കുന്ന തരത്തിലുള്ള ഒരു കൊലപാതകമായതുകൊണ്ട് തന്നെ ഇത് അപൂർവങ്ങളിൽ അത്യപൂർവമായ കൊലപാതകമാണെന്ന് കണ്ടെത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് കോടതി കണ്ടെത്തിയിട്ടുള്ളത്. കൊല്ലപ്പെട്ട രഞ്ജിത്തിന്റെ ഭാര്യ ലിഷ, അമ്മ വിനോദിനി, മക്കൾ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു വിധി പ്രസ്താവം. അന്വേഷണം പഴുതടച്ചതായിരുന്നുവെന്നും വിധിയിൽ സന്തുഷ്ടയാണെന്നും രഞ്ജിത്ത് ശ്രീനിവാസന്റെ ഭാര്യയും അമ്മയും. പരമാവധി ശിക്ഷ കൊടുത്തതിൽ സംതൃപ്തരാണ് ഞങ്ങളുടെ നഷ്ടം വളരെ വലുതാണ്. എങ്കിലും കോടതി വിധിയിൽ ഞങ്ങൾക്ക് ആശ്വാസമുണ്ട്. വധശിക്ഷ തന്നെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ അമ്മേ? പ്രതീക്ഷിച്ചിട്ടുണ്ട്. സാധാരണ രാഷ്ട്രീയ കൊലപാതകമാണെന്നതടക്കമുള്ള പ്രതിഭാഗം വാദങ്ങളെല്ലാം കോടതി നിരാകരിച്ചു. മേൽക്കോടതിയെ സമീപിക്കാനാണ് പ്രതിഭാഗത്തിന്റെ നീക്കം. പോപ്പുലർ ഫ്രണ്ട് എസ്.ഡി.പി.ഐ പ്രവർത്തകരായ 12 പേരും മുഖ്യ ആസൂത്രകരായ 3 പേരുമാണ് വിചാരണ നേരിട്ടവർ. ആകെയുള്ള എസ്.ഡി.പി.ഐ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരായ 15 പ്രതികളിൽ 12 പേരാണ് നേരിട്ട് കുറ്റകൃത്യത്തിൽ പങ്കെടുത്തത്. എന്നാൽ 15 പേർക്കും പങ്കുണ്ടെന്ന് കോടതി കണ്ടെത്തി. 15 പ്രതികളിൽ 10-ാം പ്രതി ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. 2021 ഡിസംബർ 19-നാണ് ആലപ്പുഴ വെള്ളക്കിണറുള്ള വീട്ടിൽ അതിക്രമിച്ചു കയറി അമ്മയുടെയും ഭാര്യയുടെയും മകളുടെയും മുന്നിൽ വെച്ച് രഞ്ജിത്ത് ശ്രീനിവാസനെ അതിക്രൂരമായി എസ്.ഡി.പി.ഐ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ വെട്ടിക്കൊലപ്പെടുത്തിയത്. 24 ആലപ്പുഴ. മനീഷ് മഹിപാൽ വിവരങ്ങളുമായി. മനീഷ്, ഇതൊരു സാധാരണ രാഷ്ട്രീയ കൊലപാതകം എന്നതിനപ്പുറത്തേക്ക് നേരത്തെ തന്നെ ആസൂത്രണം ചെയ്ത് പട്ടിക തയ്യാറാക്കി നടപ്പാക്കിയ, വളരെ വിദഗ്ധമായി തന്നെ നടപ്പാക്കിയ കൊലപാതകം എന്ന തരത്തിലേക്കാണ് കോടതി ഇതിനെ കണ്ടത്. നമ്മൾ ഈ ഉത്തരവിൻ്റെ വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ എന്താണ് മനസ്സിലാക്കുന്നത്? കോടതി ഇത് അപൂർവങ്ങളിൽ അപൂർവം എന്ന് പറയുന്നത് ഏത് സാഹചര്യത്തിലാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? അനുജ, ഈ ഒരു വിധിയിന്മേൽ നിലവിൽ കോടതിയുടെ പരാമർശങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. നിയമത്തിൻ്റെ ഭാഗത്തു നിന്നും പ്രതികൾക്ക് ഒരു തരത്തിലുള്ള ഇളവുകളും കൊടുക്കാൻ സാധിക്കില്ല. സാധാരണ നടക്കുന്ന രാഷ്ട്രീയ കൊലപാതകവും ഇതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഇതിനൊരു രാഷ്ട്രീയ കൊലപാതകമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയില്ല. നേരത്തെ തന്നെ ഹിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കുന്നു, ഗൂഢാലോചന മാസങ്ങൾക്ക് മുൻപേ തയ്യാറാക്കുന്നു, സമൂഹത്തിൽ യാതൊരു തിന്മയും ചെയ്യാത്ത, തെറ്റും ചെയ്യാത്ത, നിലവിൽ ഒരു ക്രിമിനൽ കേസ് പോലും ഇല്ലാത്ത ഒരാളെ, അതും 12 പേർ ചേർന്ന് വളഞ്ഞിട്ട് ആക്രമിച്ച് കൊല ചെയ്യപ്പെടുന്നത് അത്രത്തോളം ക്രൂരമായ കൃത്യമാണ് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതികൾ 12 പേർ നേരിട്ട് പങ്കെടുത്തവർ കൂടാതെ മുഖ്യ ആസൂത്രകരായ 3 പേർ, കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കാം ഇങ്ങനെ ഒരു കേസിൽ, ഒരു കൊലക്കേസിൽ 12 പേർക്കും ഒരുമിച്ച് കൊലക്കേർ ഒരു കോടതി വിധിക്കുന്ന തരത്തിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയില്ല. സാധാരണ കൊലപാതകമല്ല. ഇതിനെ സാധൂകരിക്കുന്ന വലിയ തെളിവുകൾ കോടതിക്ക് മുമ്പാകെ പ്രോസിക്യൂഷന് നിരത്താൻ സാധിച്ചു. ഡിജിറ്റൽ തെളിവുകൾ, ഒപ്പം തന്നെ കേസിലെ പ്രധാന സാക്ഷികൾ അമ്മ, ഭാര്യ, മകൾ, ഇവരുടെയൊക്കെ തന്നെ സാക്ഷി മൊഴി ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി മാറി. ഒപ്പം തന്നെ പ്രതിഭാഗത്തിൻ്റെ പല വാദങ്ങളും കോടതി നിരാകരിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രാഷ്ട്രീയ കൊലപാതകമാണെന്ന കാര്യം മറ്റ് കൊലപാതകങ്ങളെ ഉദാഹരണ സഹിതം എടുത്തു പറഞ്ഞപ്പോഴും അതുമായി വ്യത്യാസമുണ്ടെന്ന് കോടതി പറഞ്ഞു. ഒപ്പം തന്നെ പ്രതികളുടെ പ്രായം ഏറ്റവും 15 പേരിൽ 28കാരുണ്ട്. എല്ലാവർക്കും 50 വയസ്സിൽ താഴെ മാത്രമാണ് പ്രായം. തുടങ്ങിയ കാര്യങ്ങളൊന്നും കോടതി പരിഗണിച്ചില്ല. 3 റിപ്പോർട്ടുകൾ, അതായത് ഇവരുടെ മാനസികാരോഗ്യ റിപ്പോർട്ട്, ഒപ്പം തന്നെ പ്രതികളുടെ സാമൂഹിക പശ്ചാത്തലം,
ജയിലിലെ പെരുമാറ്റം തുടങ്ങിയ കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് തന്നെ ഒരു ശിക്ഷാവിധിയായിരുന്നു മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി VG ശ്രീദേവിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഈ കേസിൽ ഇനി പ്രതിഭാഗത്തിൻ്റെ നീക്കം സ്വാഭാവികമായി തന്നെ അപ്പീൽ പോകുക എന്നതായിരിക്കും. പ്രതികളെ നിലവിൽ മാവേലിക്കര സബ് ജയിലിൽ തന്നെ ഉണ്ട്. അവരെ തൽക്കാലത്തേക്ക് തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് മാറ്റും. അവിടെ നിന്നായിരിക്കും മറ്റ് സെൻട്രൽ ജയിലിലേക്ക് ഇത്രയും ശ്രീനിവാസൻ അധികം വധക്കേസിലെ 15 പ്രതികൾക്കും വധശിക്ഷ വിധിച്ചു കോടതി.